ഗുഡ് മോർണിംഗ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു അല്ലേ? അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സൊക്കെ കണ്ടോ? വീഡിയോസൊക്കെ കണ്ടു? മാത്സ് ഇഷ്ടമായോ? ഏതാ ചാപ്റ്റർ നമ്മളെടുത്തത്? സെറ്റ് അല്ലേ? സെറ്റ് എന്ന ചാപ്റ്ററിലെ 2 ടോപ്പിക് കഴിഞ്ഞു. എഗെയിൻ 3ാമത്തെ ടോപ്പിക് എടുക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് സബ്സെറ്റ് എന്ന ടോപ്പിക്കാണ്. സബ്സെറ്റ് എന്താ? സബ് പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം അല്ലേ? എന്തിൻ്റെയും ഒരു സബ്ബാണെന്ന് പറയുമ്പോൾ ഒരു സബ് ഗ്രൂപ്പ് അറിയാമല്ലോ. ഒരു ഗ്രൂപ്പിൻ്റെ ചെറിയൊരു തന്നെയാണ്. ഒരു വലിയൊരു സെറ്റിൻ്റെ ചെറിയൊരു സെറ്റിനെയാണ്, അതിൽ നിന്നും ഉണ്ടാകുന്ന വേറൊരു സെറ്റിനെയാണ് അതിൻ്റെ സബ്സെറ്റ് എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ ക്ലാസ്സിലിരിക്കുകയാണ്. നമ്മൾ ബോയ്സ്, ഒരു ക്ലാസ് റൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും കൂടിയതാണ്. ബോയ്സ്, ഗേൾസ്, ടീച്ചർ എല്ലാം അല്ലേ? അപ്പം അതിലെ ബോയ്സ് എന്ന് പറയുന്നത് ഒരു സബ്സെറ്റാണ്, ഗേൾസ് എന്ന് പറയുന്നത് അനദർ സബ്സെറ്റാണ്, ടീച്ചർ എന്ന് പറയുന്നത് വേറൊരു സബ്സെറ്റാണ്. ഇനിയിപ്പോൾ ബോയ്സിൽ തന്നെ നമ്മുടെ ഫസ്റ്റ് ബെഞ്ച് 5-6 ബെഞ്ചിൽ, ഫസ്റ്റ് ബെഞ്ചിൽ കുട്ടികൾ, സ്റ്റുഡൻസ് ഓഫ് ദ ഫസ്റ്റ് ബെഞ്ച് ഇസ് ദ സബ്സെറ്റ് ഓഫ് എ ക്ലാസ്. ദ സെക്കൻഡ് ബെഞ്ച്, തേർഡ് ബെഞ്ച്, അങ്ങനെ. ഇനി ഓരോ ബെഞ്ചിൽ എടുത്തു കഴിഞ്ഞാലും അതിൽ ഓരോ 2 കുട്ടികൾ, അവർ വേറൊരു സബ്സെറ്റാണ്. ഓരോ കുട്ടിയും ഓരോ ക്ലാസ്സിൻ്റെ ഒരു സബ്സെറ്റാണ്. നമ്മുടെ ക്ലാസ് റൂം എന്ന ഒരു സെറ്റ് എടുക്കുകയാണെങ്കിൽ അതിലുള്ള ഓരോ സബ്സെറ്റുകൾ പറയുമ്പോൾ ഒരുപാടുണ്ട്. അപ്പം അത് എത്ര എണ്ണമാണ് എന്നുള്ളതും എങ്ങനെയൊക്കെയാണ് അതിൻ്റെ സബ്സെറ്റുകൾ എന്നുള്ളതുമാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഓക്കെ അല്ലേ? എല്ലാവരും റെഡി ആയിട്ട് വരിക. നമ്മുടെ ക്ലാസ് വീഡിയോസ് ഒക്കെ വാച്ച് ചെയ്യാം, നന്നായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ എ എന്ന ഒരു സെറ്റിൻ്റെ സബ്സെറ്റാണ് ബി എങ്കിൽ, അല്ലെങ്കിൽ ബി എന്ന ഒരു സെറ്റിൻ്റെ സബ്സെറ്റാണ് എ എങ്കിൽ, എ ഈസ് എ സബ്സെറ്റ് ഓഫ് എ സെറ്റ് ബി, then the element of A is same to, അല്ലെങ്കിൽ element A is belong to element of B. A subset of A is said to be a subset of A set B if every element of A is also an element of B. അതായത് ഒരു സെറ്റിന്, ബി എന്ന ഒരു സെറ്റിൻ്റെ സബ്സെറ്റാണ് എ എങ്കിൽ എയുടെ എവരി എലമെന്റ് ഓഫ് എ, അതായത് എയിലുള്ള എല്ലാ എലമെന്റും ഈസ് ആൾസോ ആൻ എലമെന്റ് ഓഫ് ബി. എന്തായിരിക്കും? ബിയുടെ എലമെന്റ് ആയിരിക്കും. നമ്മൾ ക്ലാസ് റൂം എന്ന് പറയുന്നത് ബി എന്നൊരു സെറ്റാണെന്ന് വിചാരിക്കും. ആ ക്ലാസ് റൂമിൽ ബോയ്സ് വേറെ എ എന്നൊരു സെറ്റ്. അപ്പം എയിലുള്ള എല്ലാ എലമെന്റും ഓൾറെഡി ഏതിലുണ്ട്? ബിയിലുണ്ട് അല്ലേ? അപ്പം നമ്മൾ റിയൽ നമ്പേഴ്സ് എന്ന് പറയുന്ന, വേണ്ട, ഒരു നാച്ചുറൽ നമ്പേഴ്സ്. റിയൽ നമ്പേഴ്സ് ആകുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു സബ്സെറ്റിനെ നമുക്ക് ഏതൊക്കെയായിട്ട് പരിഗണിക്കാം? ഒരുപാട് എടുക്കാം. അപ്പോൾ കോമണായിട്ട് കൂടുതലായിട്ട് നിങ്ങൾക്ക് അറിയുന്ന നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സബ്സെറ്റുകളാണ് ഓഡ് നമ്പേഴ്സ് ആൻഡ് ഈവൺ നമ്പേഴ്സ്. വേറെ ആവാം, പ്രൈം നമ്പേഴ്സ് ആവാം, മൾട്ടിപ്പിൾസ് ഓഫ് ആകാം, എത്ര വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ആ ഓഡ് നമ്പേഴ്സ് എന്ന് പറയുന്നത് ഓൾറെഡി ഏതിലുണ്ട്? നാച്ചുറൽ നമ്പേഴ്സിലുണ്ട് അല്ലേ? ദെൻ ഈവൺ നമ്പേഴ്സ് എന്ന് പറയുന്നത് ഏതിലുണ്ട്? നാച്ചുറൽ നമ്പേഴ്സിൽ. അതുകൊണ്ട് നാച്ചുറൽ നമ്പേഴ്സിലെ സബ്സെറ്റാണ് ഓഡ് നമ്പേഴ്സ്, ആൻഡ് അനദർ സബ്സെറ്റാണ് ഈവൺ നമ്പേഴ്സ്, ആൻഡ് അനദർ സബ്സെറ്റാണ് പ്രൈം നമ്പേഴ്സ്. അപ്പോൾ ഒരു സബ്സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ എന്ന് പറയുന്നത് ബി എന്ന സെറ്റിന്റെ സബ്സെറ്റ് ആണെങ്കിൽ, A is the subset of B, then the every element of A is also an element of B. B എന്ന സെറ്റിലെ എല്ലാ A എന്ന സെറ്റിലെ എല്ലാ എലമെന്റും എവിടെ ഉണ്ടായിരിക്കും? B എന്ന സെറ്റിൽ ഉണ്ടായിരിക്കും. എന്താ നമ്മുടെ ഡെഫിനിഷൻ? ഞാൻ പറയാം. A is a subset of B, the set of B, then the every element of A is also an element of B. A എന്ന് പറയുമ്പോൾ നമുക്ക് വേറൊരു എക്സാമ്പിൾ എടുക്കാം. A equal to 1, 2, 3, 4, 5. Okay. Then B equal to, ഞാൻ വേറൊരു സെറ്റ് പറയാണ്, 2, 4. C equal to
1, 3, 5. കണ്ടോ? A equal to set 1, 2, 3, 4, 5. B equal to set 2, 4 and C equal to set 1, 3, 5. ഈ നമ്പേഴ്സ് ഒക്കെ പറയുമ്പോൾ സെറ്റ് എന്ന് പറയാൻ മറക്കരുത്. അതുപോലെ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ കുറേ പേര് സെറ്റ് ഇടാണ്ട് നമ്പേഴ്സ് എഴുതുന്നു. അത് പാടില്ല കേട്ടോ. നമുക്കറിയാം, നമ്മൾ പറഞ്ഞില്ലേ സെറ്റ് ഇടാണ്ട് നമ്പേഴ്സ് എഴുതി കഴിഞ്ഞാൽ അത് സെറ്റിൽ പരിഗണിക്കില്ല. അത് ശ്രദ്ധിക്കണം. അപ്പോൾ ബി എന്ന് പറയുന്ന സെറ്റിലുള്ള എലമെന്റ്സ് ഏതൊക്കെയാ? 2, 4 അല്ലേ? ആ 2, 4 എന്ന് പറയുന്നത് ഓൾറെഡി എഴുതിയിട്ടുണ്ട്, അതുപോലെ സി എന്ന് പറയുന്നതിന്റെ എലമെന്റ് 1, 3, 5 is also an element of A. അപ്പോൾ നമുക്ക് ബി എന്ന സെറ്റിനെ എ എന്ന സെറ്റിന്റെ സബ്സെറ്റ് എന്ന് പറയാം. ആൻഡ് സി എന്ന സെറ്റിനെ സബ്സെറ്റ് ഓഫ് എ. സബ്സെറ്റിനെ കാണിക്കാൻ ഉപയോഗിക്കുന്നതാണ് സബ്സെറ്റ് കാണിക്കുന്നതാണ് സി എന്ന മോഡൽ. ഇതിനെ ഒരിക്കലും ബി സി എ എന്ന് പറയരുത്. ബി ഈസ് ദ സബ്സെറ്റ് ഓഫ് എ. വായ തുറന്നിരിക്കുന്ന ഓപ്പൺ ചെയ്തിരിക്കുന്ന ഭാഗത്തുള്ള സെറ്റാണ് വലുതായിട്ട്. അപ്പോൾ ഇവിടെ പറയുന്നത് നോക്കാം, ബി ഈസ് ദ സബ്സെറ്റ് ഓഫ് എ. ഇത് വായിക്കുന്നത് നോക്കാം. ബി ഈസ് സബ്സെറ്റ് ഓഫ് എ ആൻഡ് സി ഈസ് ദ സബ്സെറ്റ് ഓഫ് എ. അപ്പോൾ എയിലുള്ള എലമെന്റ് ഓഫ് ബി, every element of B is an element of A and every element of C is an element of A. എയിലെ ബിയിലെ സിയിലെയും എല്ലാ എലമെന്റ്സും ഇതിലുണ്ട്, എയുണ്ട്. അപ്പൊ അങ്ങനെയുള്ളതിനെയാണ് അതിന്റെ സബ്സെറ്റ് എന്ന് പറയുന്നത്. ഇനിയിപ്പോ നോക്കാം, കുറേ സബ്സെറ്റുകൾ നമുക്ക് എഴുതാൻ കഴിയും. അപ്പോൾ നമുക്ക് വേറൊന്ന് നോക്കാം. A equal to set 1, 2, 3, 4, 5 എന്ന ഒരു സെറ്റ് എടുക്കും അല്ലേ? അപ്പോൾ അതിന്റെ ഒരു സബ്സെറ്റ് B equal to ഞാൻ അതിനെ എഴുതുന്നു 1, 2, 3, 4, 5. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്തായിരിക്കും? A equal to B ആണല്ലോ. അത് കൂടാതെ തന്നെ നമുക്ക് എന്ത് പറയാം? A is a subset of B and B is a subset of A. A is a subset of B and B is a subset of A, which implies A equal to B. A is a subset of B and B is a subset of A, which implies which implies A equal to B. A B യുടെ സബ്സെറ്റും B A യുടെ സബ്സെറ്റുമാണെങ്കിൽ A equal to B ആയിരിക്കും. ഇനിയിപ്പോൾ ഇതിലെ അപ്പോൾ ഇതൊക്കെയാണല്ലോ ഈ കാര്യം വന്നത്. നെക്സ്റ്റ് ഇതിലുള്ള B എന്ന് എഴുതി. B equal to 1 അതൊരു സബ്സെറ്റ് ആണ്. C equal to 2 another subset ആണ്. B equal to 3 another subset ആണ്. A equal to 4 F equal to 5. ഇതെല്ലാം ഞാൻ ഓരോരോ എലമെന്റ് ആയിട്ടാണ്, അതെല്ലാം അതിന്റെ സബ്സെറ്റ് ആണ്. അപ്പം എവരി എലമെന്റ് എന്താണ് വരുന്നത്? ഓരോ എലമെന്റ് സബ്സെറ്റ് ഓഫ് ആ സെറ്റ്. അതേപോലെ ഈ ഒരു സെറ്റിന്റെ സബ്സെറ്റ് തന്നെയാണ് ആ സെറ്റ്. അതായത് എ സെറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് ഇറ്റ്സെൽഫ്. എ സെറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് ഇറ്റ്സെൽഫ്. ഇനി അത് കൂടാതെ കിട്ടി കഴിഞ്ഞാൽ കൂടാതെ നമ്മൾ നേരത്തെ ഫൈ എന്ന് പറയുന്ന ഒരു നൾ സെറ്റിനെ പഠിച്ചിട്ടുണ്ട് അല്ലേ? നൾ സെറ്റ്. ഈ നൾ സെറ്റ് അഥവാ void set. A null set is a subset of every set. A null set is a subset of every set. അപ്പോൾ രണ്ട് ഇമ്പോർട്ടന്റ് കാര്യം പറഞ്ഞിട്ടുണ്ട്. A set is a subset of itself. A set ഒരു സെറ്റ് എന്ന് പറഞ്ഞാൽ അത് അതിനോട് തന്നെയാണ് സബ്സെറ്റ് ആയിരിക്കും. A set is a subset of itself and a null set is a subset of every set. Null set അല്ലെങ്കിൽ phi is a ഇതിനെ വായിക്കുന്നത് phi അല്ലേ? Phi is a subset of every set. അപ്പോൾ ആ രണ്ട് കാര്യങ്ങൾ മറക്കരുത്. ഇനി ഒരു സെറ്റില് അപ്പം അങ്ങനെയാണെങ്കിൽ ഏതൊക്കെ നമ്പേഴ്സുകൾ സബ്സെറ്റ് ആയിരിക്കും? ആദ്യം റിയൽ നമ്പേഴ്സ് അല്ലേ? ഈ റിയൽ നമ്പേഴ്സ് ആണ് ഏറ്റവും വലിയ നമ്പേഴ്സ് ആണല്ലോ. ഈ റിയൽ നമ്പേഴ്സിന്റെ സബ്സെറ്റ് ഏതായിരിക്കും വരുന്നത്? റിയൽ നമ്പേഴ്സ് ആണ് വലിയ സെറ്റുള്ളത്. ആദ്യം നമ്മൾ ചെറുതിട്ടുണ്ട്. ഓക്കെ, നാച്ചുറൽ നമ്പർ. നാച്ചുറൽ നമ്പർ സബ്സെറ്റ് ഓഫ്
integers. അതിന്റെ മുമ്പ് q വരും. നാച്ചുറൽ നമ്പർ സബ്സെറ്റ് ഓഫ് ഹോൾ നമ്പർ അല്ലേ. then ഇത് സബ്സെറ്റ് ഓഫ് പിന്നെ ഏതാ വരുന്നത് z integers, subset of rational number. This is subset of real numbers. Okay, natural number subset of whole number. Natural number നോട് കൂടെ 0 കൂടെ ആഡ് ചെയ്തതാണ് whole number. This is subset of z integers. This is subset of q rational numbers. This is subset of r real numbers. അപ്പോൾ നമ്പേഴ്സിന്റെ കാര്യത്തിൽ ഇത് എങ്ങനെയാണ് വരുന്നത്. ഇനി ആ ക്ലാസ് റൂമിന്റെ ക്ലാസ് റൂമിന്റെ കുറേ സബ്ജക്റ്റുകൾ പറഞ്ഞു. ബോയ്സിന്റെ സെറ്റ്, ഗേൾസിന്റെ സെറ്റ്, ബെഞ്ച്, ഫസ്റ്റ് ബെഞ്ച്, ഗേൾസിന്റെ സെക്കൻഡ് ബെഞ്ച്, അല്ലെങ്കിൽ ഓരോ ബെഞ്ചിലെയും ഓരോ കുട്ടികളും. അപ്പോൾ ഒരുപാട് സബ്സെറ്റുകൾ വരുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പം ഏതിനെയാണ് ക്ലാസ് റൂം എന്നതാണ് വലിയ ഒരു സെറ്റായിട്ട് എടുക്കുന്നത് അല്ലേ. അപ്പോൾ ആ ക്ലാസ് റൂമിനെ നമുക്ക് സൂപ്പർ സെറ്റ് എന്ന് പറയും. ക്ലാസ് റൂമിന് നമുക്കിപ്പോൾ സൂപ്പർ സെറ്റ് പറയും. ഇപ്പം നമ്പേഴ്സിന്റെ കാര്യത്തിൽ ഏതായിരിക്കും സൂപ്പർ സെറ്റ് ആയിട്ട് വരുന്നത്? നമ്മൾ ഏതാണോ എടുക്കുന്നത് അതിനനുസരിച്ചായിരിക്കും. അപ്പോൾ റിയൽ നമ്പേഴ്സ് അല്ലേ. നമ്മൾ സ്കൂളിന്റെ കാര്യങ്ങളാണ് പറയുന്നതെങ്കിൽ സ്കൂളായിരിക്കും അതിന്റെ സൂപ്പർ സെറ്റ് എന്ന് പറയുന്നത്. ഇനി ഓരോ സെറ്റിലെയും എങ്ങനെയാണ് പറയുമ്പോൾ A equal to set 1, 2, 3, 4. ഓക്കെ ആണല്ലോ. then B equal to set 2, 3. C equal to set 4, 5. C equal to set 6. ഇപ്പൊ B എന്ന് പറയുന്നത് എയുടെ സബ്സെറ്റ് ആണോ? B എന്ന് പറയുന്നത് എയുടെ എല്ലാ എലിമെന്റിലെ അതുകൊണ്ട് നമുക്ക് അതിനെന്ത് എഴുതാം? B is the subset of A. കണ്ടോ? ഇനി C എന്ന് പറയുന്നത് 4, 5 അതിലുണ്ടോ? ഇല്ല. അതിന് മുമ്പ് നോക്കാം. C A B C ഇതിന്റെ ആണ്. B equal to set C. അപ്പം B എന്ന് പറയുന്നത് ഇതിന്റെ സബ്സെറ്റ് ആണോ? 6 എന്ന് പറയുന്നതിൽ ഉണ്ടോ? A എന്ന സെറ്റിലുണ്ടോ? ഇല്ല. അതുകൊണ്ട് ഇതിനെ നോട്ട് സബ്സെറ്റ്. D is the not subset of A. D എന്ന് പറയുന്നത് A യുടെ സബ്സെറ്റ് അല്ല. അപ്പോൾ C എന്തിനെ എഴുതാം? C is the not subset of A. ഓക്കെ. ഇനി ഇങ്ങനെയാണ് അപ്പോൾ അതിനെ ചെയ്യുന്നത്. phi എന്ന് പറഞ്ഞാൽ എല്ലാത്തിന്റെയും സബ്സെറ്റ് ആണ്. phi is the subset of A. C is not subset of A and A is the not subset of A. അപ്പോൾ അതിനെങ്ങനെയാണ് കാണിക്കുന്നത്? ഇനി ഓരോ സബ്സെറ്റുകളുടെ എണ്ണം എത്രയാണ് എന്നറിയുന്നത് നമുക്ക് നോക്കാം. A equal to set 1, 2, 3, 4 ആണല്ലോ. ഇതിലെ how many subsets in A? എത്ര സബ്സെറ്റുകൾ ഉണ്ടായിരിക്കും? ഇങ്ങനെ ഓരോ സബ്സെറ്റുകൾ കുറേ ഉണ്ട് അല്ലേ. അപ്പം അതിനുള്ള ഒരു ഫോർമുലയാണ് നമ്പർ ഓഫ് A ഈക്വൽ ടു ഇതിനെങ്ങനെയുണ്ട്? നമ്പർ ഓഫ് A 1, 2, 3, 4. നമ്പർ ഓഫ് A is equal to 4. അങ്ങനെയാണെങ്കിൽ the number of subset of A, number of the subset of A, subset of A is equal to 2 raised to 4. 2 എന്ന് പറയുന്നത് കോമൺ ആണ്. അപ്പോൾ നമ്പർ ഓഫ് A is equal to 4 ആണെങ്കിൽ നമ്പർ ഓഫ് സബ്സെറ്റ് ഓഫ് A is equal to 2 raised to 4. 2 raised to 4 എത്രയാണ്? 2 8 ആണ്. then 16. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കോമൺ ആയിട്ട് ഞാൻ പറയാണ് നമ്പർ ഓഫ് A is equal to m ആണ്. the number of A is equal to m, then the number of subset of A, number of subset of A is equal to 2 raised to m. കണ്ടോ? 2 raised to m. അപ്പോൾ എങ്ങനെ എത്ര എണ്ണം ഉണ്ട് എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാം. എന്താ പറയുന്നത്? നമ്പർ ഓഫ് A is equal to m ആണെങ്കിൽ the number of subset of A is equal to 2 raised to m. ഇനിയിപ്പോ ഇവിടെ 16 ആണെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എത്ര എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളത് നോക്കാം. അത് ഞാൻ ചെറിയത് പറയാം. A equal to A B C. ഇങ്ങനെയാണെങ്കിൽ
number of subset of A. Subset of A is equal to 2 raised to 3 equal to 8. 2 raised to 3 equal to 8. അപ്പോൾ നമുക്ക് അതൊന്ന് എഴുതി നോക്കാം. എങ്ങനെയാണ് സബ്സെറ്റുകൾ എഴുതാം? ആദ്യം ഇതിലുള്ള ഓരോന്നിനെയും എഴുതാം. A, രണ്ടാമത് B, മൂന്നാമത് C. ഇപ്പോൾ ഓരോ എലമെന്റും each element is the subset of a set. അല്ലേ? ഓരോ എലമെന്റും അതിന്റെ സബ്സെറ്റ് ആണ്. ഇനി ഇതിലെ രണ്ട് എലമെന്റ് വീതം ഞാൻ എടുത്തെഴുതുന്നു. A, B. A, B. അടുത്തത് എഴുതാം A, C. Set A, C. അപ്പോൾ A, B എന്നെഴുതി A, C എന്നെഴുതി. അടുത്തത് എഴുതാം B, C. A, B എന്നെഴുതി A, C എന്നെഴുതി then B, C എന്നെഴുതി. ഇനിയിപ്പോ B എഴുതാൻ കഴിയോ? B എന്ന് പറഞ്ഞാൽ അത് A, B നെ സെറ്റിനുള്ളിൽ അങ്ങോട്ട് നിന്നിട്ട് കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു അല്ലേ? അപ്പം സെറ്റ് A, B ഈക്വൽ ടു സെറ്റ് B A. അതുകൊണ്ട് അത് രണ്ടാമത് എഴുതാൻ കഴിയില്ല. അപ്പോ രണ്ടെണ്ണം വെച്ചിട്ട് നമ്മുടെ കഴിഞ്ഞു. ഇനി നമുക്ക് മൂന്നാമത് എഴുതാം A, B, C. A set is a subset of itself and 5 എന്ന് എഴുതാം. ഇപ്പൊ തന്നെ നോക്കിയാൽ 1 2 3 4 5 6 7 8 നമ്മുടെ എണ്ണം കിട്ടിയില്ലേ? അപ്പോ ഇതാണ് മൊത്തമായിട്ട് ഒരു സെറ്റിനുള്ളിലാക്കി എഴുതുന്നതിനെ പറയുന്ന പേരാണ് പവർ സെറ്റ്. എന്താണ് പറയുന്നത്? പവർ സെറ്റ് ഓഫ് A. A set of all subset is called power set. A set of all subsets is called power set. നമ്മുടെ ഓരോ സെറ്റിന്റെ പവർ സബ്സെറ്റുകളെല്ലാം എഴുതി അതിനെ വലിയ ഒരു സെറ്റിനുള്ളിലാക്കി ഒരിക്കലും ഫൈനെ അങ്ങനെ എഴുതരുത്. അങ്ങനെ ആക്കി എഴുതാൻ പാടില്ല. അത് ഫൈനായിട്ട് കഴിയില്ല. അപ്പോൾ ഓരോ സെറ്റിനെയും വലിയൊരു സെറ്റിനുള്ളിലാക്കി എഴുതും. അപ്പൊ എ സെറ്റ് ഓഫ് ഓൾ സബ്സെറ്റ്, എല്ലാ സബ്സെറ്റുകളെയും കൂടിയിട്ട് എഴുതുന്ന ഒരു സെറ്റിനെയാണ് എന്ത് പേര് പറയുന്നത്? പവർ സെറ്റ്. അപ്പൊ ആ പവർ സെറ്റിനെ നോട്ട് ചെയ്യുന്നത് P of A. അപ്പൊ ഇനി നിങ്ങൾ എന്താ ചെയ്തത് കഴിഞ്ഞാല് ഈ B ഈക്വൽ ടു ഞാൻ വേറെ രണ്ടെണ്ണം പറയാം 1 2. ഇതിന് എത്ര ഉണ്ടായിരിക്കും? 2 raised to 2 4 അല്ലേ? അപ്പൊ അതിന്റെ പവർ സെറ്റ് അല്ലെങ്കിൽ സബ്സെറ്റുകളുടെ സെറ്റ് പവർ സെറ്റ് ഞാൻ എഴുതാമെന്ന് പറയൂ. 1 2 and 5 അല്ലോ. 1 2 3 4 ഓരോന്നിനെയും സെറ്റിനുള്ളിലാക്കിയിട്ട് വേണം എഴുതാൻ. A set of all subset is called a power set. അപ്പോൾ സെറ്റ് എന്താണ്, പവർ സെറ്റ് എന്താണ്, സെറ്റ് സബ്സെറ്റുകൾ എങ്ങനെയാണ് കാണുക എന്നുള്ളതും ഓക്കെ ആയല്ലോ ഇല്ലേ? ഇതിൽ ചെറിയൊരു ടോപ്പിക്കും കൂടി ഉണ്ട്, അതും കൂടെ ഇപ്പം ഞാൻ ഇവിടെ നമ്മൾ സെറ്റ് A equal to സെറ്റ് 1 2 3 4 5 അല്ലേ? അപ്പം അതിലുള്ള ഓരോ എലമെന്റ് ആണ് 1 2 3 4 5 6 എന്ന് പറയുന്നത് വലിയൊരു എലമെന്റ് ആണോ? അല്ല. 7 ഉണ്ടോ? ഇല്ല. 10 ഉണ്ടോ? ഇല്ല. അപ്പൊ നമുക്ക് ഇതിലെ 1 എന്ന് പറയുന്നത് is the element of A. അതിനെ വായിക്കുന്നത് 1 belongs to A. എന്താണ്? 1 belongs to A. 1 എന്ന് പറയുന്നത് A എന്ന സെറ്റിനുണ്ട്. അപ്പം 2 is belongs to A. belongs to എന്ന് നോക്കാം. നേരത്തെ സബ്സെറ്റ് എന്താണ് എഴുതി? അല്ല 2 belongs to A. ഒരു belongs to എഴുതുന്നതാണ്. എന്നിട്ട് ഒരു E മോഡൽ, E അല്ല E മോഡൽ. അപ്പോൾ 2 belongs to A. 4 belongs to A. But 6 not belongs to A. 6 എന്ന് പറഞ്ഞാൽ A എന്ന സെറ്റിനുള്ളിൽ ഇല്ല. അതുപോലെ 10 not belongs to A. 10 എന്ന് പറഞ്ഞാൽ A എന്ന സെറ്റിൽ ഉണ്ടോ? അപ്പോ സെറ്റിനുള്ളിൽ ഉള്ളതാണെങ്കിൽ
നമുക്ക് എന്ത് പറയാം? ഇപ്പം എ ഇ ഐ ഒ യു വേറൊരു സെറ്റ് പറയാം. ബി ഈക്വൽ ടു സെറ്റ് എ ഇ ഐ ഒ യു അല്ലേ? ഇപ്പോൾ എ ഈസ് ബിലോങ്സ് ടു ബി ബട്ട് സി ഈസ് നോട്ട് ബിലോങ്സ് ടു ബി. എ എന്ന് പറയുന്നത് ബി എന്ന സെറ്റിനുള്ളിൽ എലമെന്റ് ആണ്, അതുകൊണ്ടാണ് എ ബിലോങ്സ് ടു ബി എന്ന് പറയുന്നത്. സി നോട്ട് ബിലോങ്സ് ടു ബി. അപ്പൊ ഇങ്ങനെയാണ് അതിനെ നോട്ട് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ? അപ്പോൾ സബ്സെറ്റ് എന്താണ് എന്നുള്ളതും ബിലോങ്സ് ടു എന്താണ് എന്നുള്ള കാര്യങ്ങളും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്ലാസ്സിലേക്ക്